എൻ്റെ പേര് ധന്യ. ഞാൻ തവളപ്പാറയിൽ നിന്നാണ് വരുന്നത്, അങ്കമാലിക്കടുത്ത്. ഞാൻ ജർമ്മനിയിൽ ഒരു നേഴ്സായിട്ട് വർക്ക് ചെയ്യുക. എനിക്ക് ഈ പരിശുദ്ധ അമ്മ മാതാവിലൂടെ ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. എനിക്ക് കിട്ടിയ ഒരു സാക്ഷ്യം പറയാനായിട്ട് കുറച്ച് വൈകിപ്പോയി. അതിന് ഈശോയോടും അമ്മയോടും ഞാൻ മാപ്പ് ചോദിക്കുന്നു. ഞാൻ 2020 മുതൽ ജർമ്മൻ പഠിക്കുകയാണ്. അപ്പോൾ എനിക്ക് ആദ്യമൊന്നും ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ എക്സാം പാസ്സാവാനൊക്കെ ആയിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ B2 ഒക്കെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ക്ലിയർ ചെയ്തായിരുന്നു. അതിൻ്റെ സാക്ഷ്യം ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. ഞാൻ B2 ക്ലിയർ ചെയ്ത് ഞാൻ നവംബറിലാണ് 2022 നവംബറിലാണ് ഞാൻ എൻ്റെ വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നത്. അതിനുശേഷം ഒരു 3 മന്ത്സിനുള്ളിൽ എൻ്റെ വിസ വന്നു. ഈ വിസയ്ക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം ഞാൻ ഈശോയോട് എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് എനിക്കൊരു ഡേറ്റ് കാണിച്ചു തന്നായിരുന്നു മനസ്സിൽ, മാർച്ച് 15 എന്നുള്ളത്. അപ്പം ഞാൻ എൻ്റെ അമ്മയുടെ അടുത്തും റിലേറ്റീവ്സിൻ്റെ അടുത്തും പറഞ്ഞു, മാർച്ച് 15 എനിക്കൊരു ഡേറ്റ് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ എനിക്ക് അന്ന് തന്നെയായിരിക്കും എൻ്റെ വിസ അടിച്ചു വരിക എന്ന് പറഞ്ഞു. അപ്പോൾ മാർച്ച് 15 കഴിഞ്ഞു. അപ്പോൾ എൻ്റെ വിസ വരുന്നില്ല. അപ്പോൾ എല്ലാവരും പറഞ്ഞു, നീ പറഞ്ഞല്ലോ മാർച്ച് 15 എന്നിട്ട് എവിടാ വിസ എവിടാന്ന് ചോദിച്ചു. അത് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ വിസ വന്നു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എൻ്റെ പാസ്പോർട്ടിൽ നോക്കുമ്പോൾ എൻ്റെ വിസ അടിച്ചേക്കുന്ന ഡേറ്റ് മാർച്ച് 15. അത് കഴിഞ്ഞിട്ട് ഞാൻ ഏപ്രിൽ ഫസ്റ്റ് വീക്കിൽ ഞാൻ ജർമ്മനിക്ക് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടുത്തെ എല്ലാം ഇതൊക്കെ കണ്ടപ്പോഴത്തേക്കും ഞാൻ ആകെ ഡെസ്പായിപ്പോൾ. ഞാൻ വിചാരിച്ചു എന്നെ എല്ലാവരും കൂടെ ചതിച്ചതാണ്. കാരണം ഞാൻ അവിടെ ചെന്നപ്പോൾ ഒരു പഴയ ബിൽഡിങ്, അതായത് നമ്മൾ സ്വപ്നത്തിൽ കാണുന്ന ഒരു ജർമ്മനി അല്ല ഞാൻ അവിടെ ചെന്നിട്ട് കണ്ടു. അപ്പം എനിക്ക് ഭയങ്കര ഡെസ്പായിപ്പോയി. അപ്പം ഞാൻ എല്ലാവരെയും വിളിച്ച് പരാതിയൊക്കെ പറഞ്ഞു, മാതാവിനോടും പറഞ്ഞു. ഇത്രയും ഞാൻ പ്രാർത്ഥിച്ചിട്ടും എന്നെ ഇവിടെയാണല്ലോ കൊണ്ടെത്തിച്ചതെന്ന് ഓർത്ത്. അത് കഴിഞ്ഞ് പിന്നെയാണ് എനിക്കതിൻ്റെ ബോധം വരുന്നത്. എനിക്ക് ഒരു ഗവൺമെൻറ് സെക്ടറിലുള്ള ഒരു സ്ഥലത്താണ് എനിക്ക് ജോബ് കിട്ടിയിരിക്കുന്നത്. പക്ഷെ എനിക്കത് അതിനെപ്പറ്റിയൊന്നും വിവരമില്ലായിരുന്നു, അറിയില്ലായിരുന്നു ഒന്നും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഓരോ സംഭവങ്ങൾ നടക്കുമ്പോഴാണ് എന്തിനാണ് മാതാവ് എന്നെ അവിടെ തന്നെ കൊണ്ടെത്തിച്ചത്. കാരണം ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഞാനൊരു ഇന്ത്യൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ചെന്നപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു സംസാരിക്കാനും. ഇംഗ്ലീഷും ആരും സംസാരിക്കത്തില്ല, ഓൺലി ജർമ്മൻ മാത്രമേ എല്ലാവരും സംസാരിക്കത്തുള്ളൂ. മലയാളം സംസാരിക്കാൻ ആരുമില്ല. ഞാൻ അറിയുന്നത് ഒരു കുട്ടി മാത്രമേ മലയാളി ആ ഏരിയയിലുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പോൾ എനിക്കറിയാം എന്തിനാണ് മാതാവ് എന്നെ അവിടെ എത്തിച്ചതെന്നുള്ളത് ഇപ്പോൾ എനിക്കറിയാം. അതുപോലെ ഞാൻ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ അവിടെ ചെന്നിട്ട് 2 വർഷമായി. ഞാൻ അവിടുത്തെ രജിസ്ട്രേഷന് വേണ്ടി, അതായത് രജിസ്റ്റേർഡ് നേഴ്സ് ആവാനുള്ള എക്സാമിന് വേണ്ടിയിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു. അത് എല്ലാവർക്കും അറിയാം ആ എക്സാം എത്ര ടഫാണെന്നുള്ള കാര്യം. അതാകെ 2 അറ്റംപ്റ്റേ ഉള്ളൂ നമുക്ക്. അപ്പം ഞാൻ എൻ്റെ ഫസ്റ്റ് ഓറൽ എക്സാമിന് വേണ്ടിയിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ എക്സാമിൻ്റെ സെൻറ്റർ എനിക്ക് കിട്ടി. ഞാൻ ആ എക്സാമിൻ്റെ തലേ ദിവസം ഞാൻ ആ എക്സാം സെൻറ്ററിൻ്റെ ഫ്രണ്ടിൽ ചെന്നിട്ട് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിച്ചായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ ചെന്ന് പിറ്റേന്ന് എക്സാമിന് ചെന്ന് തൈലം പുരട്ടി കാശ് രൂപമൊക്കെ ആയിട്ട് പോയി ഞാൻ അതായത് എക്സാം ഹാളിൻ്റെ ഫ്രണ്ടിൽ പിന്നെ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. ഞാൻ അവിടെ ചെന്ന് എനിക്ക് പേപ്പർ കിട്ടിയപ്പോൾ ആ ഡിസീസ് കണ്ടീഷൻ വന്നേക്കുന്നത് എൻ്റെ കസിനുള്ള, എൻ്റെ ഫാമിലി മെമ്പറിനുള്ള തന്നെ ഒരു ഡിസീസ് കണ്ടീഷനാണ്. എക്സാക്റ്റ് അതേ ഏജ്, അതേ ഡിസീസ് കണ്ടീഷൻ, എല്ലാം അവർക്കുള്ള എല്ലാ ആ സൈൻസ് ആൻഡ് സിംറ്റംസ് അങ്ങനെ തന്നെ എനിക്ക് കിട്ടിയേക്കുന്നത്. അപ്പം ഞാൻ അവരുടെ അടുത്ത് നമ്മൾ ഇത് ആൻസർ പറയുന്നതിൻ്റെ സമയത്ത് സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പറഞ്ഞായിരുന്നു എൻ്റെ ഫാമിലി മെമ്പറിനുണ്ട് ഇതേ സെയിം ഡിസീസ് കണ്ടീഷൻ എന്ന് പറഞ്ഞ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പെട്ടെന്ന് ബ്ലാങ്ക് ആയിപ്പോയി. കാരണം എനിക്ക് പെട്ടെന്ന് അവരെ പറ്റി ആലോചിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് സങ്കടം വന്നു. ഞാൻ എക്സാമിന് കരയാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ അടുത്ത് ആ എക്സാമിനർ ഇങ്ങോട്ട് പറയുക, നീ ഡിസീസ് കണ്ടീഷനെ പറ്റി ആലോചിക്കേണ്ട, നിൻ്റെ ഫാമിലി മെമ്പറിനുണ്ടല്ലോ, അപ്പം നീ അത് വെച്ചിട്ട് അത് വെച്ച് പറയാൻ പറഞ്ഞു. ഞാൻ ആ എക്സാമിന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഞാൻ അത്രയും നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുമെന്ന്. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ പ്രാക്ടിക്കൽ എക്സാമിന് വന്നപ്പോൾ ആ എക്സാമിനർ എൻ്റെ അടുത്ത് പറയായിരുന്നു, നീ ഓറൽ എക്സാമിന് അത്രയും നന്നായിട്ട് നീ പെർഫോം ചെയ്തു എന്ന് പറഞ്ഞു. പക്ഷേ ഓറൽ എക്സാമിന് പെർഫോം ചെയ്ത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും മാനുഷികമായിട്ടുള്ളൊരിത് എൻ്റെ മനസ്സിൽ വന്നു, ഒരു ചെറിയ അഹങ്കാരം വന്നു. ഓറൽ എക്സാമിന് ഞാൻ ഇത്രയും നന്നായിട്ട് പെർഫോം ചെയ്തു, അപ്പം പിന്നെ പ്രാക്ടിക്കൽ വെരി സിമ്പിൾ, എനിക്ക് ക്ലിയർ ആവാൻ പറ്റും എന്ന് വിചാരിച്ചു. അപ്പോഴാണ് തമ്പുരാൻ എന്നെ ഓർമ്മിപ്പിച്ചത്, നിൻ്റെ കഴിവും കൊണ്ടല്ല ഇത് നീ ജയിച്ചത്, തമ്പുരാൻ്റെ കഴിവും കൊണ്ടാണെന്നും. എൻ്റെ പ്രാക്ടിക്കൽ എക്സാമിൻ്റെ തലേ ദിവസം ഞാനൊരു പേഷ്യൻറ്റിനെ കൊണ്ട് വീണു. പെട്ടെന്ന് എനിക്ക് എക്സാം ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല.
പക്ഷേ എക്സാം വന്നപ്പോഴത്തേക്കും എനിക്ക് മര്യാദയ്ക്ക് അപ്പിയർ ചെയ്യാനും പറ്റിയില്ല. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ചാൻസ് പോയി. പിന്നെ ഒരു ചാൻസും കൂടി എനിക്കുള്ളൂ. അപ്പോൾ ഞാൻ തമ്പുരാൻ ഒത്തിരി അടുത്തു. എനിക്ക് പറ്റിയ തെറ്റെല്ലാം ഞാൻ ഏറ്റു പറഞ്ഞു, തമ്പുരാനോട് മാപ്പ് പറഞ്ഞു. ദൈവമേ, ഞാൻ എൻ്റെ കഴിവിൽ ഞാൻ അഹങ്കരിച്ചു. എൻ്റെ കഴിവല്ല, എൻ്റെ മെറിറ്റല്ല, ദൈവത്തിൻ്റെ ആ കയ്യിൽ നിന്നുള്ള ഗ്രേസ് കൊണ്ടാണ് ഞാൻ ജയിച്ചത് ഓറൽ എക്സാം. അത് കഴിഞ്ഞിട്ട് അത് തന്നെ അവർ ഫസ്റ്റ് ചാൻസ് കളഞ്ഞിട്ട് അവരെ കൂട്ടി. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ചാൻസ് വന്നപ്പോഴത്തേക്കും ഞാൻ തമ്പുരാനെ ഒത്തിരി മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചു, കൂട്ടുപിടിച്ചു, ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ടു. അത് കഴിഞ്ഞ് ഞാൻ എന്നും പ്രാർത്ഥിക്കും. എനിക്ക് പേടിയായി, കാരണം ഞാൻ സെക്കൻഡ് ചാൻസിൽ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ തിരിച്ച് കയറി വരണം. അപ്പം ഞാൻ ഒത്തിരി സ്വപ്നങ്ങളായിട്ട്, എല്ലാവരുടെയും പോലെ ഒത്തിരി സ്വപ്നങ്ങളായിട്ടാണ് ഞാനും പോയിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിച്ചും അവർ രാത്രി ഉറക്കമൊന്നുമില്ല. എന്നാൽ ഇടയ്ക്കൊന്ന് മയങ്ങി പോകുന്ന സമയത്ത് തമ്പുരാൻ എന്തെങ്കിലുമൊക്കെ മെസ്സേജസ് ആയിട്ട് എനിക്ക് തരും. അപ്പം ഞാൻ അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ കിടക്കുന്ന സമയത്ത് എനിക്കൊരു സ്വപ്നത്തിൽ കാണാം. അതായത് ഒരു ബോൾഡ് ലെറ്റേഴ്സിൽ എഴുതിയേക്കണു ഏപ്രിൽ എന്ന് എഴുതിയിട്ട് സക്സസ് എന്നും പറഞ്ഞുകൊണ്ട് ഒരു ബോൾഡ് ലെറ്റേഴ്സിൽ എഴുതിയേക്കുന്നു. അപ്പോൾ എനിക്ക് ആ എക്സാം ഡേറ്റ് വന്നത് ഏപ്രിലാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ഈ എക്സാം ജയിക്കും, കാരണം എനിക്ക് മാതാവ് കാണിച്ചു തന്നിട്ടുണ്ട്, ഞാൻ ജയിക്കും എന്നുള്ളതിന് എനിക്ക് മാതാവ് കാണിച്ചു തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഞാൻ ആ പ്രാക്ടിക്കൽ എക്സാം വന്നു. പ്രാക്ടിക്കൽ എക്സാമിന് അവിടുത്തെ ആൾക്കാർക്ക് അത്ര വിശ്വാസമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമായിരിക്കും. മാതാവ് എന്നൊന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അത്രങ്ങ് വിശ്വാസമില്ല. അപ്പം ഞാൻ ഇവിടുന്ന് എൻ്റെ കഴുത്തിൽ എപ്പോഴും കാശുരൂപം കാണും. ഞാൻ നെറ്റിത്ത് തൈലം പുരട്ടിയിട്ടാണ് എപ്പോഴും പോകുന്നത്, ഡ്യൂട്ടിക്ക് പോകുമ്പോഴായാലും എപ്പോഴും പോകുന്നത്. അപ്പം ഞാൻ എൻ്റെ നെറ്റിത്തിൽ നിന്ന് തൈലം എടുത്തിട്ട് എനിക്ക് അസൈൻ ചെയ്തിട്ടുള്ള 2 പേഷ്യൻസ് ഉണ്ടായിരുന്നു. ആ പേഷ്യൻസിൻ്റെ ദേഹത്ത് അവരറിയാതെ ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു, ഞാൻ കുരിശ് വരച്ചു. പക്ഷേ എനിക്ക് ലാസ്റ്റ് അറ്റംപ്റ്റ് ആയതുകൊണ്ട് ഒരു പേടിയില്ലാതില്ല. അതായത് ഞാൻ കരയുക, എക്സാമിന് ഫുള്ള് ഞാൻ കരയുക. പക്ഷേ എനിക്ക് എന്താണെന്നറിയത്തില്ല. പക്ഷേ എനിക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് എക്സാം നന്നായിട്ട് ചെയ്യാൻ പറ്റി. ആ എക്സാമിനർ നമുക്ക് നമ്മുടെ റിഫ്ലക്ഷൻ പറയുന്ന ഒരു സെക്ഷനുണ്ട് ലാസ്റ്റിലത്തെ. അത് കഴിഞ്ഞപ്പോൾ പുള്ളി പറയുക, നീ കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രാക്ടിക്കൽ എക്സാം കണ്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ചത് നിനക്ക് കിട്ടത്തില്ല എന്നാണ് വിചാരിച്ചത്, പക്ഷേ ഈ തവണ നീ അത്രയും ടോപ്പായിട്ട് നീ പെർഫോം ചെയ്തെന്ന് പറഞ്ഞു. അപ്പം ഞാൻ മനസ്സിൽ പറഞ്ഞു, ഞാനല്ല പെർഫോം ചെയ്തേ, എൻ്റെ മാതാവും ഈശോയിലൂടെ പെർഫോം ചെയ്തതെന്ന് പറഞ്ഞു. എനിക്കിപ്പോൾ രജിസ്ട്രേഷൻ കിട്ടി. ഈ രജിസ്ട്രേഷനൊക്കെ കിട്ടുന്നതിന് മുൻപായിട്ട് ഞാൻ ചെന്നപ്പോൾ മുതലൊരു ഷെയർഡ് അപ്പാർട്ട്മെൻറ്റിലാണ് താമസിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ അന്ന് മുതൽ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു എൻ്റെ ഫാമിലിയെ കൊണ്ടുവരണമെന്ന്, പക്ഷെ നടക്കണില്ല. അപ്പോൾ എൻ്റെ മോൾക്കാണെങ്കിൽ 17 വയസ്സായി. അപ്പോൾ 16 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾ അങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ എൻ്റെ മാഡത്തിൻ്റെ അടുത്ത് നിന്ന് ഞാൻ പറഞ്ഞു, മാഡം എനിക്കൊരു റൂം ഞാൻ തപ്പിയിട്ട് കിട്ടണില്ല, ഞാനാണെങ്കിൽ എൻ്റെ റൂമിലേക്ക് ഞാൻ മോളെ കൊണ്ടുവന്നോട്ടെ എന്ന് ചോദിച്ചു. മാഡം പറഞ്ഞു അത് പറ്റത്തില്ല, സിംഗിൾ റൂമാണ്, അപ്പോൾ 2 പേരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ വേറെ നമുക്കൊരു രക്ഷയില്ല, വേറെ ആരും എത്താണില്ല. ഞാൻ എന്നിട്ട് മാതാവിൻ്റെ അടുത്ത് നിന്ന് പിന്നെ പറഞ്ഞു, എൻ്റെ മാതാവ്, എൻ്റെ മോക്ക് 18 വയസ്സായി, പിന്നെ എനിക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് എന്നിട്ട് ഞാൻ മാതാവിൻ്റെ അടുത്ത് ഒരു ചെറിയ പേപ്പറിൽ എനിക്കൊരു വീട് എത്രയും പെട്ടെന്നൊന്ന് തരണേ മാതാവേ, ഒരുപാട് വലുതൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ ചെറുതായിട്ട് എഴുതി ഞാൻ മാതാവിൻ്റെ എനിക്കൊരു കൃപാസന മാതാവിൻ്റെ രൂപമുണ്ട്, അതിൻ്റെ അടിയിൽ ഞാൻ വെച്ചായിരുന്നു. ഒരു 1 വീക്ക് കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞ മാഡം തന്നെ എന്നെ വിളിച്ചേക്കുക, ധന്യ പെട്ടെന്ന് ഒരാൾ നിൻ്റെ റൂമിൻ്റെ താഴെയുള്ള റൂമിൽ ഒരാൾ വെക്കേറ്റ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ നിനക്ക് വേണമെങ്കിൽ ആ റൂം എടുക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ താമസിക്കുന്ന എവിടെയാണെന്ന് വെച്ചാൽ ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് തന്നെയാണ് താമസിക്കുന്നത്. അപ്പോൾ അവിടെയൊക്കെ റെൻറ്റ് തീരെ കുറവാണ്. അങ്ങനെ കിട്ടുന്നത് സാധാരണ അവിടെ നഴ്സിംഗ് പഠിക്കുന്ന കുട്ടികൾക്കോ അവിടെ അങ്ങനെയുള്ള സ്റ്റുഡൻസിന് അങ്ങനെയൊക്കെ കിട്ടത്തുള്ളൂ, അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിന് തന്നെ കിട്ടാറില്ല. അപ്പോൾ മാഡം എൻ്റെ അടുത്ത് പറഞ്ഞു, നീ വേണമെങ്കിൽ താഴത്തെ റൂമൊന്ന് പോയി നോക്ക്, നിന്നെ മോളെ കൊണ്ടുവരണമെങ്കിൽ കൊണ്ടുവരാമെന്ന് പറഞ്ഞു. ഞാൻ ചെന്ന് നോക്കുമ്പോൾ എനിക്കൊരു 2 ബെഡ്റൂം അപ്പാർട്ട്മെൻ്റ് ആയിട്ടാണ് എനിക്ക് അവർ തന്നത്. ഷെയർഡ് അപ്പാർട്ട്മെൻറ്റ്, ഒരു 2 ബെഡ്റൂം അപ്പാർട്ട്മെൻ്റ് ആയിട്ട് എനിക്ക് അവർ തന്നേക്കുന്നത്. എന്നിട്ട് എൻ്റെ അടുത്ത് മാഡം പറഞ്ഞു, നീ നിൻ്റെ ഫാമിലീനെ അങ്ങോട്ടേ കൊണ്ടുവരാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നീ കൊണ്ടുവരേ. ഞാൻ എൻ്റെ മോളെ കൊണ്ടുവരാൻ വേണ്ടി മാത്രമേ ഞാൻ മാതാവിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവർ പറഞ്ഞു, നിൻ്റെ ഫാമിലി അതിനകത്ത് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ നീ കൊണ്ടുവരേ എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞങ്ങളുടെ അവിടെ വർക്ക് ചെയ്യുന്ന എല്ലാവരും പറഞ്ഞു, സാധാരണ ഒരു ഫാമിലീനെ അവിടെ അക്കോമഡേറ്റ് ചെയ്യാറില്ല, കാരണം അവിടെ പെർമിഷൻ ഇല്ല, അവിടെ പഠിക്കുന്ന പിള്ളേർക്കുടെ അക്കോമഡേഷനാണ് അത്, പിന്നെ നിനക്ക് മാത്രം എന്താ പ്രത്യേകത എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ മാതാവിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മാതാവ് ഡയറക്റ്റ് ഇടപെട്ടതാന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ മക്കളുടെ വിസയ്ക്ക് കൊടുത്തേക്കുന്നു, വന്നിട്ടില്ല. ഇപ്പം ഞാൻ വരുന്നതിന് മുൻപ് അതിനു മുമ്പ് വേറൊരു കാര്യം കൂടെ, ഞാനിപ്പോൾ ഈ അപ്പാർട്ട്മെൻറ്റ് കിട്ടിയെന്ന് പറഞ്ഞല്ലോ, അപ്പാർട്ട്മെൻറ്റ് കിട്ടിയതാണെങ്കിലും കുറച്ച് ഫ്യൂ ഡേയ്സിലാണ് എനിക്ക് കിട്ടിയത്.
അപ്പോൾ ഈ അപ്പാർട്ട്മെൻറ്റിലേക്ക് ഞാൻ ചെല്ലുമ്പോൾ ഒന്നുമില്ല, അപ്പാർട്ട്മെൻറ്റിൽ ഫുൾ ബ്ലാങ്ക് ആയിട്ടാണ് കിടക്കുന്നു, ഒന്നുമില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു, ദൈവമേ ഞാൻ പെട്ടെന്ന് എവിടെ നിന്ന്, കാരണം കയ്യിലുള്ള സാലറി അപ്പം നാട്ടിലേക്ക് അയച്ചു കൊടുക്കും, പിന്നെ കയ്യിലൊന്നുമില്ല, ജസ്റ്റ് ചിലവിനുള്ള കാശ് മാത്രമേ വെക്കുള്ളൂ. എൻ്റെ കയ്യിലാണ് ഒന്നുമില്ല, ഫർണിച്ചർ വാങ്ങിക്കാനൊന്നുമില്ല. ഞാനിങ്ങനെ നിൽക്കുന്ന സമയത്ത് അങ്ങനെ എനിക്ക് അപ്പാർട്ട്മെൻറ്റ് കിട്ടിയെന്ന് അറിഞ്ഞത് എൻ്റെ കൊളീഗ്സും ഒക്കെ വന്നിട്ട് എൻ്റെ അടുത്ത് പറയാം, ധന്യ നിനക്ക് അത് വേണോ ഇത് വേണോ, അതായത് സെറ്റി വേണോ, ബെഡ് വേണോ, കട്ടിൽ വേണോ, ഡൈനിങ് ടേബിൾ വേണോ, അങ്ങനെ ഓരോന്ന് വേണോ എന്ന് ഇങ്ങോട്ട് വന്ന് ചോദിച്ച് അവർ തന്നെ എഫേർട്ട് എടുത്ത് അവരുടെ വണ്ടി തന്നെ നമുക്ക് വീട്ടിൽ കൊണ്ടിട്ട് തന്നു. ഇപ്പം എൻ്റെ അപ്പാർട്ട്മെൻ്റ് എന്ന് വെച്ചാൽ ഫുൾ ഫർണിഷ്ഡ് അപ്പാർട്ട്മെൻറ്റ്. അതിനകത്ത് ഞാൻ ആകെ ഒരു ബെഡും ഒരു കട്ടിലും മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. ബാക്കിയെല്ലാം എനിക്ക് എൻ്റെ മാതാവ് പലരിലൂടെയായിട്ട് എനിക്ക് കൊണ്ടു തന്നതാണ്. അപ്പോൾ എല്ലാവരും പറഞ്ഞു അത് നിനക്ക് എന്തോ ദൈവാനുഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പം അവിടെ മാതാവിൽ വിശ്വാസം ഇല്ലാതിരുന്ന ആൾക്കാരാണ്. അവരെല്ലാവരും ഇപ്പം എൻ്റെ അടുത്ത് പറയുക, നീ നിൻ്റെ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞോ എന്ന് ചോദിക്കും. ഞാൻ ഈ കാശ് രൂപ ഇട്ടുകൊണ്ട് പോകുമ്പോൾ അവരെൻ്റെ അടുത്ത് ചോദിക്കും, ഇതെന്തുവാ നിൻ്റെ കഴുത്തിൽ ഇത് കിടക്കുന്നത്, എന്താ ആരാന്ന് ചോദിക്കും. ചിലവർക്ക് അറിയാം അത് മദർ മേരിയാന്ന് പറയും, ചിലവർ പറയും ഇത് ആരാ ചോദിക്കും. അപ്പം ഞാൻ പറയും ഇത് എൻ്റെ അമ്മയാന്ന് പറയും. അങ്ങനെ അതാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹങ്ങൾ. പിന്നെ ഒരു രോഗസൗഖ്യം കൂടി എനിക്ക് കിട്ടിയായിരുന്നു. എൻ്റെ കയ്യിൽ ഒരു ബ്ലാക്ക് കളറിലുള്ള ഒരു ചെറിയ തടിപ്പ് പോലെ ഒരു പാടം ഉണ്ടായിരുന്നു. ഒരു ചെറിയ പാടമായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്, അത് കുറച്ച് വലുതാവാൻ തുടങ്ങി. അപ്പോൾ അവിടെ ഞാൻ കുറേ പേഷ്യൻസിനെ ഇങ്ങനെ കണ്ടിട്ടുണ്ട്, സ്കിൻ ക്യാൻസറിൻ്റെ കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ ഈ സംഭവം എനിക്കത് കണ്ടപ്പോൾ ആദ്യം വെറുതെ പാടാമെന്ന് ഓർത്തു. പിന്നെ നോക്കുമ്പോൾ തൊടുമ്പോൾ ഒരു തടിപ്പ് പോലെ കാണുന്നു. അപ്പോൾ എനിക്കൊരു പേടിയായി. പിന്നെ ഇങ്ങനെ കണ്ടിട്ടുള്ളതും കൊണ്ട് എനിക്കൊരു ചെറിയ പേടി. പിന്നെ ഞാൻ ആരോടും ഞാൻ പറഞ്ഞില്ല. ഇപ്പോഴായിരിക്കും എൻ്റെ വീട്ടുകാർ പോലും അറിയുന്നത്. ഞാൻ ആരുടെ അടുത്തും പറഞ്ഞിട്ടില്ല ഈ കാര്യം പോലും. ഞാൻ ആരോടും പറഞ്ഞില്ല. ഞാൻ എന്നിട്ട് മാതാവിൻ്റെ തൈലെടുത്ത് ഞാൻ എന്നും പരട്ടുമായിരുന്നു. ഒരു വിശ്വാസപ്രമാണം ചൊല്ലി പരട്ടും. ഒരു 2 വീക്സ് ഞാൻ പരട്ടി. ആ പാട് ഇപ്പം ഇല്ല, കംപ്ലീറ്റ്ലി മാറി. ഇപ്പോഴാണ് എല്ലാവരും അറിയണ്ടാവുക പോലും. അതാണ് എനിക്ക് കിട്ടിയ രോഗസൗഖ്യം. പിന്നെ കാരുണ്യ പ്രവർത്തികളെന്ന് പറയാനായിട്ട് ഞാൻ പറഞ്ഞല്ലോ ഞാൻ നേഴ്സാണെന്ന്. ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് അവിടെ അല്ലാണ്ടുള്ള കാരുണ്യ പ്രവർത്തികൾ നമുക്ക് പുറത്ത് പൊതുമേഖലയിൽ ഇറങ്ങി ചെന്ന് ചെയ്യാനായിട്ടുള്ള അസൗകര്യമുണ്ട്. ഞാൻ ഇവിടെ വൃദ്ധസദനത്തിലൊക്കെ ഫുഡ് കൊടുക്കും, അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട്. പിന്നെ നമുക്ക് നമ്മളറിയുന്ന രീതി അങ്ങനെ, അതായത് നമുക്ക് ഉറപ്പുണ്ട് അന്ന ആൾക്ക് പൈസയ്ക്ക് അത്യാവശ്യമുണ്ട് എന്നുള്ള രീതിയിൽ എന്തെങ്കിലും വരികയാണെങ്കിൽ ആരും അറിയാതെ തന്നെ ഞാൻ പൈസ അയച്ചു കൊടുക്കാറുണ്ട്. പിന്നെ ഞാൻ വർക്ക് ചെയ്യുന്ന സെക്ടറിൽ ഒരു ഇൻസിഡൻ്റ് ഉണ്ടായെന്ന് വെച്ചാൽ, ഞങ്ങളുടെ അവിടെ ഒരു പേഷ്യൻറ്റിന് ഡ്രസ്സിങ്ങിന് വിളിച്ചു. എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് പ്രാക്ടിക്കൽ എക്സാം കഴിഞ്ഞതിന് ശേഷം എൻ്റെ സാറ് പറഞ്ഞു, തന്നെ ഒരു ഡ്രസ്സിങ് ഉണ്ട്, നീ വരാണെങ്കിൽ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ എനിക്ക് കാണാം, ഇച്ചിരി വലിയ ഡ്രസ്സിങ്ങാന്ന് പറഞ്ഞു. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവർ ആ വൂണ്ട് അങ്ങ് തുറന്നതേ ആ വൂണ്ടിന് നിറയെ പുഴുക്കൾ ഇങ്ങ് ചാടാൻ തുടങ്ങി. അതായത് ഇങ്ങനെ തെറിക്കുക, പുഴു ഇങ്ങനെ താഴെയൊക്കെ ഫ്ലോറിലൊക്കെ വീണ് കിടക്കുക. അപ്പോൾ അത് കണ്ടപ്പോഴത്തേക്കും, അതായത് വൂണ്ടിൻ്റെ എക്സ്പേർട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആ വലിയ വൂണ്ടായതുകൊണ്ട് ആ വൂണ്ട് എക്സ്പേർട്ട് വരെ പറഞ്ഞു, ഞങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റത്തില്ല, ഞങ്ങൾക്ക് അത് കണ്ടിട്ട് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റണില്ല, ഞങ്ങൾ ചെയ്യില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരെല്ലാവരും പോയി. എന്നിട്ട് എൻ്റെ അടുത്ത്, ഞാൻ അവിടുത്തെ ആൾക്കാരൊക്കെ ഇച്ചിരി സൈസ് ആയതുകൊണ്ട് എന്നെ കാണുമ്പോൾ അവർ വിചാരിക്കും ഞാൻ ചെറിയ കുട്ടിയാണെന്ന് ഓർത്തിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, മോൾ ഇവിടെ നിൽക്കണ്ട, മോള് പൊക്കോ, ചിലപ്പോൾ മോൾക്ക് തലവേദന എടുക്കും, എന്തെങ്കിലും വൊമിറ്റ് ചെയ്യും, എന്തെങ്കിലും ചെയ്യും, മോള് പൊക്കോളാൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ഞാൻ ഇവിടെ നിന്നോളാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഈ അമ്മച്ചി എന്നെ കണ്ട്, നമുക്കുള്ള ഇന്ത്യൻസിന് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അമ്മച്ചി എന്നെ കണ്ട് ഭയങ്കരമായിട്ട് ചിരിക്കുമായിരുന്നു. എന്നിട്ട് ഇവർ വൂണ്ട് തുറന്ന് ഈ പുഴു കണ്ടോടുകൂടി ഇവരെല്ലാവരും 4 പേരുണ്ടായിരുന്നു. ഞങ്ങൾ മൊത്തത്തിൽ 6 പേരുണ്ടായിരുന്നു. അതിനകത്ത് 4 പേരും അവിടെ നിന്ന് പോയി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മച്ചി ഇങ്ങനെ ദയനീയമായിട്ട് നോക്കുക, അവർ ആ വൂണ്ട് അങ്ങനെ തന്നെ ഇട്ടിട്ടങ്ങ് പോയി. അപ്പോൾ എനിക്കത് കണ്ടിട്ട് അങ്ങ് സഹിച്ചില്ല. അതായത് നമ്മുടെ അമ്മയാണ് ആ കിടക്കണേന്ന് തോന്നിപ്പോയി. ഞാൻ പറഞ്ഞു, സാറും ഞാനും കൂടി ചെന്നു, ഞങ്ങൾ വൂണ്ട് ചെയ്തു. അപ്പോൾ അമ്മച്ചി ചിരിക്കുക. അപ്പം ഞാൻ എൻ്റെ കഴുത്തിൽ കാശ് രൂപം ഉണ്ടായിരുന്നു. ഞാൻ ഈ കാശ് രൂപം എടുത്ത് അമ്മച്ചിയുടെ കാലയിൽ ഇങ്ങനെ വെച്ചു, കുരിശ് വരച്ചു. അപ്പം ഞാൻ അമ്മച്ചിയുടെ അടുത്ത് ഇങ്ങനെ മലയാളത്തിലാണ് ഇങ്ങനെ പറഞ്ഞ് ശരിയായിക്കോളും എന്നുള്ള രീതിയിൽ. അപ്പം ഞാൻ തമ്പുരാനോട് പ്രാർത്ഥിച്ചു, എൻ്റെ തമ്പുരാനെ, ഞാനോ അമ്മച്ചി ചെയ്ത ഏതെങ്കിലും ഒരു നന്മ ഉണ്ടെങ്കിൽ അത് തമ്പുരാൻ കണക്കിലെടുക്കുന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഈ അമ്മച്ചിക്ക് പൂർണ്ണ സൗഖ്യം കൊടുക്കണേ, അല്ലെങ്കിൽ അമ്മച്ചീനെ ഇങ്ങോട്ട് നരകിപ്പിക്കല്ലേ എന്ന് പറഞ്ഞു. കാരണം ആ അമ്മച്ചി വയസ്സായതുകൊണ്ട് അവരുടെ ബന്ധുക്കൾ പറഞ്ഞു ആംബ്യൂട്ടേറ്റ് ചെയ്യേണ്ട കാലമാണ്. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഇതിൻ്റെ അതിന് എക്സ്പെൻസ് എടുക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് ആംബ്യൂട്ടേറ്റ് ചെയ്യത്തില്ല, അതങ്ങനെ കിടക്കട്ടെ, അത് എങ്ങനെയാണോ
ലൈഫ് എൻഡ് പോകുന്ന അങ്ങനെ പോട്ടെ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പിന്നെ ഡ്രസ്സിങ്ങിന് ചെന്നു. അപ്പം ഞാൻ നോക്കുമ്പോൾ പുഴുക്കൾ, അതായത് അന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ തെറുക്കിയായിരുന്നു താഴോട്ടൊക്കെ. അന്ന് ഞാൻ നോക്കുമ്പോൾ 2 or 3 പുഴുണ്ട്, അല്ലാതെ ആ പുഴുക്കളില്ല അതിനകത്ത്. പിന്നെ അമ്മച്ചി കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മച്ചിക്ക് വേദനയുണ്ട്. അതാണ് ചില ഇതിനകത്ത് നമുക്ക് വേദനയ്ക്കില്ല, പക്ഷേ ഈ അമ്മച്ചിക്ക് വേദന ഉണ്ടായിരുന്നു. അതായത് അതിൻ്റെ കാലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ അസ്ഥികൂടത്തിൻ്റെ ഒക്കെ കാലിരിക്കത്തില്ല, വിരലുകളൊക്കെ, അതായത് അസ്ഥി മാത്രമായിട്ട് കറുത്ത കളറിൽ അതുപോലെയായിരുന്നു അമ്മച്ചിയുടെ. അപ്പോൾ അതിൻ്റെ മേളിലാണ് ഈ പുഴു വന്നിട്ടുള്ളത്. അതാണ്. പിന്നെ അതുപോലെ പേഷ്യൻസിൽ നമുക്ക് നമ്മുടെ സ്വന്തം ആളെ കണ്ടിട്ട് ചെയ്യാനായിട്ടുള്ള ഒരു കൃപ ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ചില സമയത്ത് അവിടുത്തെ ആൾക്കാർ എൻ്റെ അടുത്ത് പറയും, ആ കിടക്കണത് നിൻ്റെ അപ്പനോ അമ്മയോ അല്ലെങ്കിൽ അപ്പൂപ്പനോ അമ്മൂമ്മയോ ആരുമല്ല, അതവർ പേഷ്യൻ്റാണ്. അപ്പം ഞാൻ പറയും, അങ്ങനെ നമ്മളെപ്പോൾ തന്നെ ഒരു മനുഷ്യരല്ലേ അവർ എന്ന രീതിയിൽ എനിക്ക് പെരുമാറാൻ സാധിച്ചു. അത് എൻ്റെ സ്വഭാവത്തിൽ വന്ന വലിയൊരു മാറ്റമാണ്. പിന്നെ എന്ത് സഹായം ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിലും കണ്ടറിഞ്ഞിട്ടാണെങ്കിലും എനിക്ക് ചെയ്യാൻ സാധിക്കാറുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയാനായിട്ട് ഞാൻ പത്രം വാങ്ങിയിട്ട് പോവും. പത്രം വാങ്ങി നാട്ടിലും കൊടുക്കാറുണ്ട്, ഞാൻ അവിടെ കൊണ്ട് കൊടുക്കാറുണ്ട്. അങ്ങനെ പോകുമ്പോൾ പല ഇൻസൾട്ടുകളും വരാറുണ്ട്. ഇപ്പം നാട്ടിൽ കൊടുക്കുമ്പോൾ തന്നെ ആയാലും ചിലവരൊക്കെ പറയുന്നുണ്ട്, ഇപ്പം ജർമ്മനിയിൽ നിന്ന് ആലപ്പുഴ എത്തിയോന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ജർമ്മനിയിൽ നിന്ന് ആലപ്പുഴയല്ല എത്തിയേ, ആലപ്പുഴയിൽ നിന്നാണ് ഞാൻ ജർമ്മനിക്ക് എത്തിയെന്ന് പറയുമായിരുന്നു. അതുപോലെ അവിടെ ചെന്നപ്പോഴായാലും ഇപ്പം ഏകദേശം ഒരു നമുക്കൊരു പദവി കിട്ടിയേക്കുന്ന പോലെയാണ്. കാരണം ഇപ്പം ഞാൻ എന്തെങ്കിലും പറയുമ്പോഴത്തേക്കും ചിലവർ, അത് ഹിന്ദുസ് പിള്ളേർ വരെ ഉണ്ട്, അവരായാലും എൻ്റെ അടുത്ത് പറയും, മറ്റവരുള്ളവരുടെ അടുത്ത് കളിയാക്കുന്ന രീതിയിൽ പറയും, ഈ ചേച്ചീനെ അറിയോ, ഈ ചേച്ചി കൃപാസന മാതാവിൻ്റെ ആളാന്ന് പറയും. ഞാൻ പറഞ്ഞു, അതെ ഞാൻ കൃപാസന മാതാവിൻ്റെ ആളാണ്. അത് കഴിഞ്ഞിട്ട് അങ്ങനെ കളിയാക്കിയിട്ടുള്ളവർ വരെ ഇപ്പം എൻ്റെ അടുത്ത് ഈ തവണ വന്നേക്കുമ്പോൾ പറഞ്ഞേക്കുന്ന, ചേച്ചി ഞങ്ങളുടെ കാര്യം കൂടി അവിടെ ചെന്നൊന്ന് പറയണേ, ഒന്ന് പറഞ്ഞ് ഞങ്ങൾക്കും കൂടെ ഒന്ന് ഇതാക്കണേ, ആ മാതാവിൻ്റെ അടുത്ത് എന്ത് വേണമെങ്കിലും ഞങ്ങൾ വരാം, ഞങ്ങൾ കൃപാസനത്തിലേക്ക് വരാം എന്ന് പറഞ്ഞു. അവർക്കിപ്പോൾ ലീവിന് വരാൻ പറ്റിയിട്ടില്ല, അപ്പോൾ അവരവിടെ ഉണ്ട്. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന ദൈവമാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. 1 പത്രോസ് 5:6. ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടുകൂടി നിൽക്കുവിൻ, അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ, അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. പ്രിയമുള്ളവരെ, ധന്യ ബിജുവിൻ്റെ സാക്ഷ്യം നമ്മളോട് പറഞ്ഞത്, ആദ്യം ഉടമ്പടി എടുത്തിട്ട് മാതാവിനോട് പരാതി പറയുകയായിരുന്നു. പരാതി പറയുന്നവരെല്ലാവരും ഓർക്കേണ്ടതും, ഉടമ്പടിയിൽ ഉഴപ്പി നിൽക്കുന്നവർ ഓർക്കേണ്ടതും, അമ്മ മാതാവ് ഉയർത്താനായിട്ടാണ്, ഇവരെ എളിമപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒന്ന് താഴ്മയോടുകൂടി നിൽക്കാൻ പഠിപ്പിക്കുന്നതെന്ന്. ധന്യ പറയുന്നത്, ഞാൻ പുറത്തായിരുന്നു, ഉടമ്പടി എടുത്തിട്ട് എനിക്കൊന്നും തരുന്നില്ലല്ലോ എന്നും പറഞ്ഞു. ആ മോൾക്ക് കൊടുത്ത കാര്യങ്ങൾ 5 കാര്യങ്ങളാണ്. അതൊരിക്കലും സംഭവിക്കാത്ത കാര്യങ്ങളാണ് അമ്മ മാതാവ് സമയം കുറച്ചവൾക്ക് കൊടുത്തതെന്ന് ധന്യ പറയുകയായിരുന്നു. ഇതാണ് ഉടമ്പടി എടുത്തിട്ട് ചെയ്യുന്ന കാര്യം. അവൻ എന്ത് നിങ്ങളോട് പറഞ്ഞു അത് നിങ്ങൾ ചെയ്യുക, ബാക്കി കാര്യങ്ങളെല്ലാം അമ്മ നോക്കിക്കോളും. ഉടമ്പടിയിൽ ആ ക്ലാപ്പ് പേപ്പറിൽ എന്ത് പറഞ്ഞോ അത് നിങ്ങൾ മാത്രം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക. അതിൽ ശ്രദ്ധ വയ്ക്കുക, വിശ്വാസം വർദ്ധിപ്പിക്കും. വിശ്വാസത്തോടു കൂടി അത് ചെയ്യുക. അതിലെന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് ചെയ്താൽ ഈ ധന്യയെ ഉയർത്തിയതുപോലെ ഉടമ്പടി എടുത്ത നിങ്ങളെയും പരിശുദ്ധ അമ്മ തമ്പുരാൻ്റെ മുൻപിൽ ഉയർത്തി മഹത്വപ്പെടുത്തുമെന്ന് നമ്മളോട് പറയുകയുണ്ടായി. ധന്യയ്ക്ക് കൊടുത്ത വലിയ കൃപയ്ക്ക് പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് നന്ദി പറയാം, കരങ്ങളടിച്ച്. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.